ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. Gifts of the Holy Spirit. കൃപാവരങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ. 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായം അതിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ 9 കൃപാവരങ്ങളെക്കുറിച്ച് കാണുവാൻ കഴിയുന്നു. അതിനെ വേണമെങ്കിൽ 3ആയിട്ട് തരംതിരിക്കുവാൻ കഴിയും. ഒന്ന് സ്പീക്കിംഗ് ഗിഫ്റ്റ്സ്. ഏതൊക്കെയാണ് സ്പീക്കിംഗ് ഗിഫ്റ്റ്സ്? അന്യഭാഷകൾ, അന്യഭാഷകളുടെ വ്യാഖ്യാനം, പ്രവചനവരം. ഇത് 3ഉം സ്പീക്കിംഗ് ഗിഫ്റ്റ്സ് ആണ്. വീണ്ടും റെവലേഷൻ ഗിഫ്റ്റ്സ്. ഏതൊക്കെയാണ് റെവലേഷൻ ഗിഫ്റ്റ്സ്? വേർഡ് ഓഫ് വിസ്ഡം, വേർഡ് ഓഫ് നോളജ് ആൻഡ് ഡിസേണിംഗ് ഓഫ് ദ സ്പിരിറ്റ്. വീണ്ടും പവർ ഗിഫ്റ്റ്സ്. ഏതൊക്കെയാണ് പവർ ഗിഫ്റ്റ്സ്? ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്, ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ്സ് ആൻഡ് ഗിഫ്റ്റ് ഓഫ് മിറക്കിൾസ്. അങ്ങനെ 9 കൃപാവരങ്ങൾ. അതിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ രോഗശാന്തികളുടെ വരത്തെക്കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരുന്നത്. രോഗശാന്തികളുടെ വരം വളരെ പ്രധാനപ്പെട്ട ഒരു ഗിഫ്റ്റാകുന്നു. രോഗശാന്തികളുടെ വരം സഭാവളർച്ചയ്ക്ക് വേണ്ടി ദൈവം ഏറ്റവും അധികം ഉപയോഗിച്ച ഒരു ഗിഫ്റ്റാകുന്നു രോഗശാന്തികളുടെ വരം. ഇന്ത്യയിൽ തന്നെ ബ്രദർ DGS ദിനകരൻ അവറുകളെ വളരെ ശക്തമായി ഹീലിംഗ് മിനിസ്ട്രിയിൽ കർത്താവ് ഉപയോഗിക്കുകയുണ്ടായി. അങ്ങനെ അനേകരെ കർത്താവ് ഈ തലമുറയിലും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. പാസ്റ്റർ രാംബാബു അവറുകളെ ഹീലിംഗ് മിനിസ്ട്രിയിൽ വളരെ ശക്തമായി കർത്താവ് ഉപയോഗിക്കുന്നു. ഇപ്പോൾ പഞ്ചാബിൽ പാസ്റ്റർ ബജീന്ദർ സിംഗിനെ കർത്താവ് വളരെ ശക്തമായി ഹീലിംഗ് മിനിസ്ട്രിയിൽ ഉപയോഗിക്കുകയാണ്. അതോടൊന്നിച്ച് തന്നെ പഞ്ചാബിൽ പാസ്റ്റർ അങ്കൂർ നറോളയെ വളരെ ശക്തമായിട്ട് കർത്താവ് ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ്സ്, രോഗശാന്തികളുടെ വരത്തിൽ വളരെ ശക്തമായി ഉപയോഗിക്കുന്നു. ഞാൻ അരുണാചൽ പ്രദേശിൽ ശുശ്രൂഷിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അവിടെ ഒരു സഹോദരൻ നബൂം ഗുംഡെ എന്ന് പറയുന്ന ഒരു സഹോദരനെ ശക്തമായിട്ട് കർത്താവ് രോഗശാന്തികളുടെ വരം കൊണ്ട് നിറച്ച് ശക്തമായി ഉപയോഗിക്കുകയുണ്ടായി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് വളരെ യൗവനത്തിലുള്ളവരെ കർത്താവ് ഉപയോഗിക്കുന്നുണ്ട്. ചിലർ ചില പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. എനിക്കറിയാവുന്ന പാസ്റ്റർ റോയ് ഹെൻറി എന്ന് പറയുന്ന ഒരു ദേവദാസനുണ്ട്. അദ്ദേഹം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. താൻ രോഗിയായി തീർന്നു, മരിച്ചു പോകുമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു. എന്നാൽ ആ സന്ദർഭത്തിലാണ് യേശു തന്നെ സൗഖ്യമാക്കിയത്. മരിച്ചു പോകുന്ന ഒരു ഘട്ടത്തിൽ യേശുവിൽ നിന്നൊരു സൗഖ്യം സ്വീകരിച്ചതിന് ശേഷം പാസ്റ്റർ റോയ് ഹെൻറി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ സൗഖ്യമാകുവാൻ തുടങ്ങി. വളരെ ശക്തമാകുന്ന ഒരു രോഗശാന്തി ശുശ്രൂഷ പാസ്റ്റർ റോയ് ഹെൻറിയിലൂടെ ഈ തലമുറയിൽ പുറപ്പെടുന്നുണ്ട്. ആ നിലയിൽ 100 കണക്കിന് ശുശ്രൂഷകന്മാർ ഈ രാജ്യത്ത് ഇന്ത്യയിൽ തന്നെ ഇന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായത്തിലെ ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ്സ് എന്ന് പറയുന്നത് അതൊരു സ്പെഷ്യൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ഗാഡ്സ് ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ്സ് ആണ്. എല്ലാവർക്കും രോഗികളെ സൗഖ്യമാക്കുവാൻ കഴിയും. എല്ലാവർക്കും വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. എല്ലാവർക്കും രോഗികളെ സൗഖ്യമാക്കുവാൻ കഴിയും. എന്നാൽ കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ഈ സഭയിൽ ചില അവയവങ്ങളെ പ്രത്യേകമായിട്ട് രോഗശാന്തികളുടെ വരം കൊണ്ട് കർത്താവ് നിറച്ച് ഉപയോഗിക്കുന്നു. അത് യാഥാർത്ഥ്യമാണ്. ആ നിലയിൽ പ്രയോജനപ്പെടുന്ന ദൈവദാസന്മാരുണ്ട്. കഴിഞ്ഞു പോയ തലമുറയിൽ അമേരിക്കയിൽ പല ദൈവദാസന്മാരെ ആ മേഖലയിൽ ഉപയോഗിക്കുകയുണ്ടായി. പാസ്റ്റർ കെനത്ത് ഹെഗിൻ രോഗശാന്തി ശുശ്രൂഷയിൽ വളരെ പ്രയോജനപ്പെട്ട ഒരു ദൈവദാസനാണ്. എന്നാൽ ദൈവദാസൻ്റെ ബാല്യത്തിൽ ഒരു വലിയ രോഗത്തിലൂടെ കടന്നുപോയി മരിച്ചത് 1-2 പ്രാവശ്യം മരിച്ചു. നരകത്തിൻ്റെ അരികിൽ വരെ പോയിട്ട് മടങ്ങി വരികയായിരുന്നു. ആ നിലയിൽ ശാരീരികമായിട്ട് കഠിന രോഗത്തിലൂടെ, ഹൃദയ സംബന്ധമാകുന്ന രോഗം വന്ന് കഠിന രോഗത്തിലൂടെ കടന്നുപോയി. യേശു ആ പ്രിയപ്പെട്ട യൗവനക്കാരനെ സൗഖ്യമാക്കി. തുടർന്ന് യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ വന്നു പാസ്റ്റർ കെനത്ത് ഹെഗിൻ വളരെ ശക്തമായിട്ട് 10,000-കണക്കിന് രോഗികളെ സൗഖ്യമാക്കിയ അഭിഷിക്തനായിരുന്നു പാസ്റ്റർ കെനത്ത് ഹെഗിൻ. അലൻ്റെ രോഗശാന്തി ശുശ്രൂഷകൾ മനോഹരമായിട്ട്
നമുക്ക് വേദികളിൽ കാണുവാൻ കഴിയും. ഡിമോൺസ്ട്രേഷൻ ഓഫ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. രോഗശാന്തികളുടെ വരത്തിലൂടെ ദൈവശക്തിയെ പ്രദർശിപ്പിക്കുന്ന ദൈവദാസനായിരുന്നു പാസ്റ്റർ എ അലൻ, പാസ്റ്റർ ഓറൽ റോബർട്ട്സ്, പാസ്റ്റർ കെനത്ത് ഹെഗിൻ, സിസ്റ്റർ കാതറിൻ കുഹൽമാൻ. കാതറിൻ കുഹൽമാൻ്റെ ശുശ്രൂഷയിൽ സൗഖ്യം പ്രാപിച്ച ലക്ഷക്കണക്കിന് ആളുകൾ കാതറിൻ കുഹൽമാൻ്റെ ശുശ്രൂഷയിൽ സൗഖ്യം പ്രാപിക്കുകയുണ്ടായി. ഒരു നിലയിൽ പറഞ്ഞാൽ കാതറിൻ കുഹൽമാൻ്റെ രോഗശാന്തി ശുശ്രൂഷയ്ക്ക് തുല്യമായിട്ടൊരു ശുശ്രൂഷ അതിനുശേഷം ഉണ്ടായിട്ടില്ല. അതേപോലെ ശക്തമായിട്ട് ദൈവം ഉപയോഗിച്ച ഒരു അഭിഷക്തിയായിരുന്നു കാതറിൻ കുഹൽമാൻ. ആമേൻ. വിശ്വസിക്കുക, കർത്താവാകുന്ന യേശു നമ്മുടെ രോഗങ്ങളും നമ്മുടെ വേദനകളും എല്ലാം കാൽവറി ക്രൂശിൽ ചുമന്നില്ലേ? അതാണ് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 53-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. 4-ാം വാക്യത്തിൽ, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. യേശു കാൽവറി ക്രൂശിൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ ചുമന്നു. അങ്ങനെയെങ്കിൽ വിശ്വസിക്കുകയാണെങ്കിൽ രോഗരഹിതമായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയും. വേദന സഹിക്കേണ്ട കാര്യമില്ല. വൈദ്യശാസ്ത്രം തന്നെ വേദന സംഹാരികൾ കണ്ടെത്തിയിരിക്കുകയാണ്. അവർ പറയുന്നത്, എന്തിനാണ് വേദന സഹിക്കുന്നത്? വേദന സംഹാരികളുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് വേദന ഇല്ലാത്ത ജീവിതം ലഭിക്കും. ശരീരത്തിൽ വേദന അനുഭവിക്കാതെ നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതാണ് ബൈബിൾ പറയുന്നത്. നമ്മുടെ വേദനകളെ യേശു ചുമന്നു. യേശു വേദനകളെ ചുമന്നു എങ്കിൽ ഒരു കാര്യത്തിനു വേണ്ടി 2 പേര് കഷ്ടം സഹിക്കേണ്ട കാര്യമില്ല. യേശു നമുക്ക് വേണ്ടി അതെല്ലാം സഹിച്ചതിനാൽ സൗജന്യമായി നിങ്ങൾക്ക് യേശുവിൽ നിന്ന് ഇതെല്ലാം പ്രാപിക്കുവാൻ കഴിയും. ഇത്തരത്തിൽ ഉള്ള ഒരു അത്ഭുത വഴിയാണ് കർത്താവ് നമുക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മോൻ MBBS പഠിക്കണമെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പെടണം. ഈ ഡോക്ടേഴ്സ് അവർ പഠിക്കുന്നത് അവരെ നിശ്ചയമായിട്ടും ബഹുമാനിക്കണമോ. ആദരവുകൾക്കും ബഹുമാനത്തിനും യോഗ്യരാകുന്നു ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. എൻ്റെ ബ്രദറിൻ്റെ മകൾ, അവൾ MBBS പഠിക്കുന്ന സന്ദർഭം ഞാൻ ഓർക്കുന്നുണ്ട്. ആ കുഞ്ഞ് 16 മണിക്കൂറൊക്കെ പഠിക്കും. 16 മണിക്കൂറൊക്കെ പഠിക്കും. രാവും പകലും പഠിത്തമാണ്, ഉറക്കമില്ല. അത് കഴിഞ്ഞ് MBBS കഴിഞ്ഞതിന് ശേഷം ഈ MDയുടെ എൻട്രൻസിന് പഠിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ അധ്വാനമാണ്. അതിനുശേഷം MD എടുക്കുന്നു, അല്ലെങ്കിൽ ആ പോസ്റ്റ് ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുന്നു. അതൊരു വലിയ അധ്വാനം അതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഡോക്ടേഴ്സിനെ തീർച്ചയായിട്ടും ആദരിക്കണം. അങ്ങനെ പഠിച്ചതിന് ശേഷം അവരുടെ പഠിത്തം തീരുന്നുണ്ട്. എല്ലാ സമയങ്ങളിലും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം വൈദ്യശാസ്ത്രത്തിന് എന്നും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചികിത്സാ രീതികൾക്ക് മാറ്റം സംഭവിക്കുന്നു, മരുന്നുകൾക്ക് മാറ്റം സംഭവിക്കുന്നു. അപ്പോൾ ദിനംതോറും പഠനത്തിലൂടെ കടന്നു പോകുന്ന ഒരു കൂട്ടരാകുന്നു ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു യങ് മാൻ വളരെ കഷ്ടപ്പെട്ട് MBBS പഠിച്ച് MD പഠിച്ച് അവൻ മുഴുവൻ പഠിച്ച് അരച്ച് കലക്കി ഇതിനെക്കുറിച്ചുള്ള അറിവ് പ്രാപിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല. മനുഷ്യൻ്റെ ശരീരശാസ്ത്രമൊന്നും നിങ്ങൾക്കറിയത്തില്ല. നിങ്ങൾ വെറുതെ ആ മോൻ്റെ അടുക്കൽ ചെന്നിട്ട് ഇരുന്നിട്ട് ആ മോൻ പഠിച്ചതിൻ്റെ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങൾ പഠിച്ചില്ല, MBBS പഠിച്ചില്ല, MD പഠിച്ചില്ല, കഷ്ടപ്പെട്ടില്ല, അധ്വാനിച്ചില്ല. പക്ഷേ അത് പഠിച്ചൊരാളിൽ നിന്ന് അതിൻ്റെ മുഴുവൻ സാധ്യതകളും നിങ്ങൾക്ക് ലഭിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് വേണ്ടി സകലതും സഹിച്ച യേശുവിൻ്റെ അരികിലേക്ക് നിങ്ങൾ വരുന്നു. നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഈ രോഗസൗഖ്യം സ്വീകരിക്കുവാൻ കഴിയും. ഡോക്ടറുടെ അരികിൽ പോകുമ്പോൾ നമ്മൾ പൈസ കൊടുക്കുന്നു, എന്നാൽ പോലും അദ്ദേഹം പഠിച്ചിരിക്കുന്നതിൻ്റെ മുഴുവൻ ഫലങ്ങളല്ലേ നമുക്ക് കിട്ടുന്നത്. അതേപോലെ യേശു ക്രിസ്തു അവിടുന്ന് കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. മൂന്നാണികളിൽ അവിടുന്ന് നമുക്ക് വേണ്ടി യാഗമായി തീരുമ്പോൾ അവിടുന്ന് നമ്മുടെ രോഗങ്ങളെ മുഴുവൻ കാൽവറിയിൽ വഹിച്ചു, നമ്മുടെ വേദനകളെ മുഴുവൻ അവിടുന്ന് ചുമന്നു. ആ കർത്താവിൻ്റെ അരികിൽ ചെന്നതിന് ശേഷമായിട്ട് നമ്മളിതൊന്നും അനുഭവിച്ചില്ല. ഇതെല്ലാം സൗജന്യമായിട്ട് നമുക്ക് ലഭിക്കുവാൻ വേണ്ടിയുള്ള
ഒരത്ഭുത വഴിയാണ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ രോഗത്തിൻ്റെ എല്ലാം വേദന കൃത്യം യേശു അനുഭവിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളത് അനുഭവിക്കേണ്ട കാര്യമില്ല. രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവിടുത്തെ അടിപിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. സൗജന്യമായി നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ സൗഖ്യത്തെ നിങ്ങൾ സ്വീകരിക്കുക. ഇവിടെ ഈ വേദന യേശു സഹിച്ചതിനെക്കുറിച്ച് പറയുമ്പോൾ ചാട്ടവാർ കൊണ്ട് യേശുവിൻ്റെ ശരീരം അടിക്കപ്പെടുകയുണ്ടായി. അവരെ അടിച്ചു, ചാട്ടവാർ കൊണ്ട് അടിച്ചു. പുറത്തടിച്ചു കഴിഞ്ഞപ്പോൾ യേശു അനുഭവിച്ച ആ വേദന, മുൾക്കിരീടം തലയിൽ വെച്ചപ്പോൾ അനുഭവിച്ച വേദന ആ വേദനയ്ക്ക് എബ്രായ ഭാഷയിൽ മാക്കോബ് എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാക്കോബ് വാ. ഗ്രീഫ് എന്ന വാക്കിന്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഗ്രീഫ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു, മലയാളത്തിൽ രോഗങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. അവിടെ അതിന് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഹെയ്ലി എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വാ, ഓ ഗ്ലോറി ടു ജീസസ്, ഹല്ലേലൂയ. അല്ലെങ്കിൽ മഹല എന്നൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. റാസി കബാൽ ബറൂഫാത്തലി അൽക്കര, നിൻ്റെ സകല മഹലായെയും കർത്താവ് ആമേൻ കാൽവറിയിൽ വഹിച്ചിരിക്കുന്നതിനാൽ സൗജന്യമായി നിനക്ക് സൗഖ്യം സ്വീകരിക്കുവാൻ കഴിയും. അടി വന്ന സന്ദർഭത്തിൽ ഓരോ സ്ട്രൈപ്സും വരുമ്പോൾ, അടി വരുമ്പോൾ ഈ യേശുവിൻ്റെ ബാക്ക് പിളരുക എന്ന് പറയുമ്പോൾ അതിൻ്റെ തൊലിയെല്ലാം പറഞ്ഞു വരികയാണ്. ഹബൂറ എന്ന വാക്കാണ് സ്ട്രൈപ്സിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഹബൂറ, ചാട്ടവാർ കൊണ്ടുള്ള അടിമുഖാന്തരം ഉണ്ടായിരിക്കുന്ന സ്ട്രൈപ്സിന് ഹബൂറ എന്നാണ്. ആ ഹബൂറ എന്നത് ഇങ്ങനെ ഈ കുറച്ചുകൂടെ ആഴത്തിൽ പഠിക്കുകയാണെങ്കിൽ, കുറച്ച് കഴിഞ്ഞപ്പോൾ അടി 40 എത്ര പ്രാവശ്യം അടിച്ചത്, ആ അടിയെല്ലാം കൂടെ കഴിയുമ്പോൾ പിൻഭാഗത്ത് തൊലിയില്ല, സ്കിന്നില്ല. ആ സ്കിൻ മുഴുവൻ പോയി. വാ, ആ നിലയിലാണ് കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചത്. ഓ താങ്ക് യു ലോർഡ് ജീസസ്, ഹല്ലേലൂയ. അത്ര അത്ഭുതകരമായി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി, ആമേൻ, ഞങ്ങളെ വിടുവിക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അങ്ങ്, ആമേൻ, ഈ കഷ്ടമെല്ലാം സഹിച്ചു എങ്കിൽ ആ ഹബൂറയാൽ ഞങ്ങൾക്ക്, അവിടുത്തെ അടിപ്പിണരുകളാൽ, ഹബൂറയാൽ, അടിയുണ്ടായപ്പോൾ ഉണ്ടായ ആ പിണരുകളാൽ, ഹബൂറയാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യാ ബറുഫീനി അൽ ഖമറ സെംതിനി. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുക. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ കാൽവറി ക്രൂശിൽ നിന്ന് സൗഖ്യം നിങ്ങളുടെ അരികിലേക്ക് ഒഴുകി വരികയാണ്. വിശ്വാസത്തോടുകൂടെ സ്വീകരിക്കുവാൻ തയ്യാറാകുക. അവിടെ സ്കിന്നിന് പോലും മാറ്റം ഉണ്ടാകും. ഈ പഴയ നിയമത്തിൽ യാഗം അർപ്പിക്കാൻ വരുന്ന യാഗമൃഗത്തിൻ്റെ ആ സ്കിന്ന്, ആ തോല് അത് ലേവ്യാപുസ്തകം 7-ാമത്തെ അധ്യായം, ഈ വാക്യം ശ്രദ്ധിച്ച്, ലേവ്യാപുസ്തകം 7-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം, പുരോഹിതൻ ഒരുത്തൻ്റെ ഹോമയാഗം അർപ്പിക്കുമ്പോൾ അർപ്പിച്ച പുരോഹിതന് ഹോമയാഗ മൃഗത്തിൻ്റെ തോലിരിക്കണം. വാ, ഗ്ലോറി ടു ജീസസ്, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സ്കിന്നിലൊരു ഡിസീസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ത്വക്ക് രോഗം വന്നിരിക്കുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവാകുന്ന യേശുവേ, അങ്ങയുടെ സ്കിൻ മുഴുവൻ, പിന്നിലെ സ്കിൻ മുഴുവൻ എനിക്ക് വേണ്ടി അങ്ങ് കൊടുത്തു. അങ്ങയുടെ ഹബൂറയാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നതിനാൽ അങ്ങയുടെ സ്കിൻ എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കണം. യെസ്, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങയുടെ സ്കിൻ എനിക്ക് തരണമേ. അങ്ങയുടെ ആ റേഡിയൻ്റ് ആയിട്ടുള്ള, അങ്ങയുടെ ആ ഗ്ലോറിയസ് ആയിട്ടുള്ള കോംപ്ലക്ഷനുള്ള, ആമേൻ, ആ ബ്യൂട്ടിഫുൾ സ്കിൻ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. സ്വർഗത്തിൽ പ്രായമില്ല പ്രിയമുള്ളവരെ. നിങ്ങൾ കരുതുന്നത് പോലെ പിതാവാം ദൈവം വളരെ വൃദ്ധനാകുന്ന ഒരാളല്ല. നോ, അവിടെ പ്രായമില്ല, അവിടെ വാർദ്ധക്യമില്ല, എല്ലാം യൗവനത്തിലാണ്.
നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പം നമുക്ക് 33 വയസ്സിന് തുല്യമായിട്ടുള്ള പ്രായമായിരിക്കും, അതിന് തുല്യമായിട്ടുള്ളൊരു ആകൃതിയായിരിക്കും നമുക്കുണ്ടായിരിക്കും. യേശുവിനെ പോലെ ആയിരിക്കും. സ്വർഗത്തിൽ ആർക്കും പ്രായമില്ല. ദൂതന്മാരെല്ലാം യങ് ആയിട്ടുള്ളവരാണ്. ഈ കല്ലറയുടെ അരികിലിരിക്കുന്ന അവരെക്കുറിച്ചും പറയുന്നത് യങ് മെൻ എന്നാണല്ലോ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ഇരുന്ന യങ് മെൻ, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അവിടെ കല്ലറയുടെ അരികിൽ ഇരിക്കുന്ന ആളിനെക്കുറിച്ച് പറയുന്നത് 16-ാമത്തെ അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ, അവർ കല്ലറയ്ക്കകത്ത് കടന്നപ്പോൾ വെള്ള നിലയങ്കി ധരിച്ച് ഒരു ബാല്യക്കാരൻ, ഒരു യങ് മാൻ, ഒരു ബാല്യക്കാരൻ വലതുഭാഗത്തിരിക്കുന്നത് കണ്ടു. അപ്പോൾ ദൂതന്മാരെല്ലാം വളരെ യങ് ആയിട്ടുള്ളവരാണ്. ബാല്യക്കാരൻ, വാ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്, ഹല്ലേലൂയ. അത്ഭുത സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. ചില കാര്യങ്ങൾ ഞാൻ രോഗസൗഖ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് പങ്കുവച്ച് അവസാനിപ്പിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. 107-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് പോവുക. 105-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് പോവുക. 105-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 37-ാമത്തെ വാക്യം, അവൻ അവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു, അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. അതൊരു വലിയ അത്ഭുതകരമാകുന്നൊരു ഒരു വെളിപ്പാട് അവിടെയുണ്ട്. നിങ്ങൾക്കറിയാമോ, ഇവരടിമകളായിരുന്നു. ഇവരടിമകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഠിന അടിമത്വമായിരുന്നു. അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശരീരത്തിന് കഠിന വേദന ഉണ്ടാകുന്ന അടിയാണ് അവിടെ അവർക്ക് കിട്ടിയിരുന്നത്. അവർ പണിയെടുക്കാൻ പോകുമ്പോൾ നല്ല അടി കിട്ടുമായിരുന്നു. അപ്പോൾ ഇവർക്ക് രോഗങ്ങളില്ലേ, വേദനകളില്ലേ, അസ്ഥിക്ക് കേടില്ലേ, പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടില്ലേ, പിന്നെ അങ്ങനെ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. ഇവർ പുറപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ഇവർ മിസ്രൈം പുറപ്പെട്ടപ്പോൾ ഒറ്റ ബലഹീനനുമില്ല. എന്താ അതിൻ്റെ കാരണമെന്നറിയാമോ? പുറപ്പെടുന്ന ആ രാത്രിയിൽ ഇവർ പെസഹ, ലോർഡ് സപ്പറിൻ്റെ നിഴലാകുന്ന പെസഹയിൽ നിന്ന് അവർ ഭക്ഷിക്കുകയുണ്ടായി. വാ, കുഞ്ഞാടിൻ്റെ രക്തം കട്ടളക്കാലിൻ്റെ മേലും കുറുമ്പടി മേലും പുരട്ടിയതിന് ശേഷം കുഞ്ഞാടിൻ്റെ മാംസം ചുട്ടു തിന്നുകയുണ്ടായി. നിങ്ങൾക്കറിയാമോ, ആ പെസഹയിലൂടെ സകല രോഗികളും സൗഖ്യമായി. ഇസ്രായേൽ മക്കൾ മുഴുവൻ പേരും ആരോഗ്യമുള്ളവരായിത്തീരുകയാണ്. സാധാരണ നിലയിൽ ചിന്തിക്കുക, അവിടെ അടിമകളായിരിക്കുമ്പോൾ അവരുടെ ഇടയിൽ രോഗമുണ്ട്, അവർ വേദനകളെല്ലാം അനുഭവിക്കുന്നവരാണ്. എന്നാൽ ഇവരെ പുറപ്പെടുവിക്കുമ്പോൾ ഒരാൾ പോലും ബലഹീനരായിട്ട് ഇവർ യാത്ര ചെയ്യരുത്. കാരണം ഇവർക്ക് ദീർഘമണിക്കൂറുകൾ നടന്നു പോകേണ്ടതായിട്ടുണ്ട്. കാലിന് കേടുണ്ടാകരുത്, ഒരു രോഗം ഉണ്ടാകരുത്. പെസഹയിൽ ഇവർ സൗഖ്യമായി. ഓ ഹല്ലേലൂയ! അതിലും വലിയ സാധ്യതയാണ് നിങ്ങൾക്ക് പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ മേശയിലൂടെ ലഭിക്കുന്നത്. കർത്താവിൻ്റെ മേശയോട് നിങ്ങൾ അടുത്തു വരുമ്പോൾ, ആത്മാവ്, പ്രാണൻ, ശരീരം വിശുദ്ധിയോടുകൂടെ നിങ്ങൾ അടുത്തു വരുമ്പോൾ, ഐ ഫീൽ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഹെവി ആയിട്ടുള്ള പ്രസൻസ് ഞാൻ അനുഭവിക്കുന്നു. ആ മേശയിൽ നിന്ന് നീ ഭക്ഷിക്കുമ്പോൾ, പാനം ചെയ്യുമ്പോൾ നിന്റെ ശരീരം സൗഖ്യമാകും. ഗ്ലോറി, ഹല്ലേലൂയ! ഓ, ആ സാധ്യതകളെ നിങ്ങൾ മനസ്സിലാക്കി അത് സ്വീകരിക്കുക. ഗ്ലോറി ടു ജീസസ്. ഇസ്രായേൽ ജനത്തിന് അത് സാധ്യമായിരുന്നുവെങ്കിൽ പുതിയ നിയമവിശ്വാസികൾക്ക് അത് സാധ്യമാകുന്നു. 107-ാമത്തെ സങ്കീർത്തനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ കൂടെ പരാമർശിക്കുന്നു. 107-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ, അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. ഓ, അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു, അവരുടെ ഡിസ്ട്രാക്ഷനിൽ നിന്ന് അവരെ വിടുവിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ! ഇത് ദൈവത്തിൻ്റെ രോഗസൗഖ്യത്തിൻ്റെ ഒരു വലിയ ഉപാധിയാണ്, വചനത്തിലൂടെയുള്ള സൗഖ്യം. അവൻ തൻ്റെ വചനത്തെ അയച്ചവരെ സൗഖ്യമാക്കി. ഇന്ന് നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സൗഖ്യമാകുവാൻ പോകുകയാണ്. ചിലരുടെയൊക്കെ ജീവിതം ചില വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ മാറാ രോഗങ്ങളാണ്. ചിലർ കിടക്കയിലാണ്, എഴുന്നേൽക്കുവാൻ കഴിയുന്നില്ല. അപ്പോൾ അവരെ സഹായിക്കേണ്ട വൈഫിനോ മറ്റുള്ളവർക്കോ അവരും രോഗികളയച്ചിരുന്നു. ഓ, നമുക്ക് ആ സാഹചര്യങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ നിസ്സഹായത, ദുഃഖം, വേദന.
അവരെ സഹായിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, സഹായിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അവരനുഭവിക്കുന്ന ആ വേദനയുടെയും ആ പ്രയാസത്തിൻ്റെയും ആ ദുഃഖത്തിൻ്റെ ഒരു സ്വാധീനം താൽക്കാലികമായിട്ടെങ്കിലും പിന്നെ നമ്മളുടെ ഉള്ളിൽ നിന്ന് പോകും. പക്ഷേ ആ സമയത്ത് അവരെ കാണുമ്പോൾ നമുക്ക് ആ വേദനയുണ്ടാകുന്നു. ഓ ഹല്ലേലൂയ. എന്നാൽ അവൻ തൻ്റെ വചനത്തെ അയച്ച്, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന അനേകരുടെ ശരീരങ്ങൾ സൗഖ്യമാകട്ടെ, വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. വചനത്തെ അയക്കുക. എങ്ങനെ ദൈവം വചനത്തെ അയക്കും? ഒന്നാമതായിട്ട് എഴുതിയ വചനം, ലോഗോസ്. അവൻ വചനത്തെ അയച്ചവരെ സൗഖ്യമാക്കി. അതിന് ഉള്ള ഏറ്റവും നല്ല ഉപാധി എന്താണെന്നറിയാമോ? 1-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങുക. ചിന്തകളിൽ ദൈവത്തിൻ്റെ വചനം കൊണ്ടുവന്നിട്ട് ചിന്തിക്കുക, വായിക്കുക. ഈ രോഗസൗഖ്യം, അത്ഭുത രോഗസൗഖ്യം സ്വീകരിച്ചതിന് ശേഷം നഷ്ടപ്പെട്ടു പോകുന്നവരുണ്ട്. അവർക്ക് പറ്റുന്ന ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് അവർ പിന്നെയും കാഷ്വൽ ലൈഫിലേക്ക് മടങ്ങിപ്പോകും. സാധാരണ പണ്ടെങ്ങനെ ജീവിച്ചോ അതുപോലെ തന്നെ പോകും. നോ, നീ യേശുവിൽ നിന്നൊരു സൗഖ്യം സ്വീകരിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം ആകെ മാറണം. നീ വേറെ ഒരു പരിപാടിക്കും പോകരുത്. വചനവും പ്രാർത്ഥനയും ദൈവകാര്യങ്ങളിലേക്ക് നിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ലഭിച്ച സൗഖ്യത്തെ നീ നിലനിർത്തണം. ദൈവകാര്യങ്ങളിൽ നീ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മെഡിറ്റേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വചനം സ്വീകരിക്കുവാൻ കഴിയും. ധ്യാനം എപ്പോഴും നിങ്ങളെ വെളിപ്പാടുകളിലേക്ക് കൊണ്ടുവരും. മെഡിറ്റേഷൻ റെവലേഷൻസിലേക്ക് കൊണ്ടുപോകും. മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ റെവലേഷൻസ് ലഭിക്കും. റെവലേഷൻസിൽ നിന്നാണ് മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാകുന്നത്. യേശുവിൻ നാമത്തിൽ വചനം ധ്യാനിച്ച് സൗഖ്യം സ്വീകരിക്കുക. മറ്റൊന്ന് സ്പോക്കൺ വേർഡ്. ആമേൻ. കർത്താവ് ലോഗോസിലൂടെ കർത്താവ് രോഗികളെ സൗഖ്യമാക്കുന്നു. റേമയിലൂടെ സ്പോക്കൺ വേർഡ്, റേമയിലൂടെ കർത്താവ് സൗഖ്യമാക്കുന്നു. സദൃശവാക്യങ്ങൾ 4-ാമത്തെ അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ. മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിൻ്റെ ചെവി ചായ്ക്കുക. അവ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. നിൻ്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വയ്ക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാകുന്നു. നിങ്ങൾ തന്നെ വചനം ഏറ്റുപറയുക, ആവർത്തിച്ച് വചനം ഏറ്റുപറയുക. സ്പീക്ക് ദ വേർഡ് ഓഫ് ഗാഡ്. സ്പോക്കൺ വേർഡിനും വലിയ ശക്തിയാണ്. ഹൃദയത്തിൽ ധ്യാനിക്കുക മാത്രമല്ല, വചനം ഏറ്റുപറയുന്നതിലൂടെ, ശബ്ദമുയർത്തി വചനം പറയുന്നതിലൂടെ നിങ്ങളുടെ ശരീരങ്ങളിൽ സൗഖ്യം സംഭവിക്കുവാൻ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. മൂന്നാമതായിട്ട് ലിവിങ് വേർഡ്. ആമേൻ. ലോഗോസ്, റേമ, ജീവനുള്ള വചനം. വാ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61-ാമത്തെ അധ്യായത്തിൽ യേശുവിൻ്റെ മാനിഫെസ്റ്റോ കാണുന്നു. അവിടെ നിന്നാണ് ജീവനുള്ള വചനം. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും. അവിടുന്നാണ് ലിവിങ് വേർഡ്. വചനം ജഡമായി തീർന്ന കർത്താവാകുന്ന യേശു ക്രിസ്തു ലിവിങ് വേർഡിലൂടെ നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കുന്നു. വാ. ഈ ശബ്ദം കേൾക്കുന്ന അനേകർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. മറ്റ് ചില പ്രിയപ്പെട്ടവരുടെ മേൽ രോഗശാന്തികളുടെ വരം ഇപ്പോൾ യേശുവിൻ നാമത്തിൽ വെളിപ്പെടട്ടെ. രോഗശാന്തികളുടെ വരത്താൽ നിറയുക. 10,000-കണക്കിന് പ്രിയപ്പെട്ടവരെ സഹായിക്കുക. നിങ്ങൾ രോഗശാന്തികളുടെ വരമുള്ള വ്യക്തിയാകുന്നുവെങ്കിൽ അനേകരുടെ കണ്ണുനീർ നിങ്ങൾക്ക് തുടയ്ക്കുവാൻ കഴിയും. കർത്താവ് അത് നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും സ്പർശിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. ചിലരുടെ മേൽ രോഗശാന്തികളുടെ വരത്തെ അങ്ങ് അയക്കണമേ. അവർ രോഗശാന്തികളുടെ വരമുള്ളവരായി അനേകരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ തന്നെ അത്ഭുതം സംഭവിക്കട്ടെ. കർത്താവേ, 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ പറഞ്ഞിരിക്കുന്ന 9 കൃപാവരങ്ങളും സ്വീകരിക്കുവാൻ ഈ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ. ഈ തലമുറയിൽ വലിയ കാര്യങ്ങൾ ഇവരിലൂടെ സംഭവിക്കണം. പ്രത്യേകിച്ചും രോഗശാന്തികളുടെ വരത്താൽ ചിലർ നിറയട്ടെ. അനേകായിരങ്ങളെ അവർ സഹായിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അത്ഭുതം അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദർഭത്തിൽ തന്നെ കർത്താവേ, വിശേഷാൽ
രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവർ ആമേൻ, രോഗികളായിട്ടുള്ളവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. സ്കിൻ ഡിസീസ് ഉള്ളവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ സ്കിൻ അവർക്ക് ലഭിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ശരീരത്തിലുള്ള വേദനകൾ, ജോയിൻസിലുള്ള വേദനകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഇപ്പോൾ സൗഖ്യമാകട്ടെ. കണ്ണിലുള്ള ഇൻഫെക്ഷൻ, കാഴ്ചശക്തി നഷ്ടപ്പെടുന്നു, യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. കാതുകൾ തുറക്കട്ടെ. കേൾവി ശക്തിക്ക് വന്നിരിക്കുന്ന കേടുകൾ ഇപ്പോൾ അപ്രത്യക്ഷമാകട്ടെ, യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ക്യാൻസർ രോഗികൾ സൗഖ്യമാകട്ടെ. ക്യാൻസറിൻ്റെ പിന്നിലുള്ള പിശാചുക്കൾ യേശുവിൻ്റെ കാൽക്കീഴേ പോകട്ടെ. ട്യൂമറുകൾ അപ്രത്യക്ഷമാകട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. എലാസി ഫെറ്റൽ മറോഫ കാസിനി ലീമറഫ ലിമുറഫ ലിമുറുഫ ലിമുറുഫ എസാമി റുഫ ലഖീറബ ശാന്തിരി ലാമറുവാസിയാഥര നർവസേക്കൽ നറവസാന്തിനി അൽമുറുഫാത്തരി അൽഖരാസിയാന്ധന ഷാരലബ. നെർവസ് സിസ്റ്റത്തിന് വന്നിരിക്കുന്ന, നാഡീനരമ്പുകൾക്ക് വന്നിരിക്കുന്ന ചില രോഗബാധകൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുന്നു. അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം. രോഗികളെ അങ്ങ് സൗഖ്യമാക്കിയിരിക്കുന്നതിനായി സ്തോത്രം. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി അത്ഭുത വഴികളെ തുറക്കണം, പുതുവഴികളെ തുറക്കണം കർത്താവേ. ഇപ്പോൾ അങ്ങ് അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം, 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 സ്തോത്രം. ഓ, ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണം കർത്താവേ. അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ബ്ലസ് യു, ബ്ലസ് യു. ഹല്ലേലൂയ. കർത്താവാകുന്ന യേശു നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ എപ്പിസോഡ് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണമേ എന്ന് വിനയപരിശ്രമം ഓർപ്പിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗോഡ് ബ്ലസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.